പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ്, അതുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ചു വന്ന കുട്ടി ഹിജാബ് ധരിച്ചിട്ടാണെങ്കിൽ ഇവിടെ പഠിക്കണ്ട, ഹിജാബ് ഊരി മാറ്റിയിട്ട് വന്നാൽ ഇവിടെ പഠിക്കാം എന്നൊരു സ്റ്റാൻഡ്, ഒരു തീരുമാനമെടുത്ത ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന. കഴിഞ്ഞ ദിവസമായി ഈ സിസ്റ്റർ ഹെലീന ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാണ് ഈ സിസ്റ്റർ ഹെലീന എന്ന് അറിയാനുള്ള ഒരു 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 ത്വര നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് ഹരീഷ് രവി എന്ന് പറയുന്ന ഈ സിസ്റ്റർ ഹെലീനയുടെ ഒരു സഹപാഠി ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയെ അടുത്തറിയാവുന്ന ഈ പറയുന്ന ഹരീഷ് രവി ആരാണ് ഈ പറയുന്ന സിസ്റ്റർ ഹെലീന എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. തങ്ങളുടെ അനുഭവക്കുറിപ്പ്, ഒരുമിച്ച് ഒരു സ്കൂളിൽ ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതിൻ്റെ അനുഭവക്കുറിപ്പ് ഹരീഷ് രവി പങ്കുവെക്കുകയാണ്. ആ കുറിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹിജാബ് വിഷയം, ആരാണ് ഈ പ്രിൻസിപ്പൽ, എവിടെയോ കണ്ടു മറന്ന മുഖം. ഹിജാബ് വിവാദ വാർത്ത കേട്ടതു മുതൽ സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലും കാണുന്ന ഒരേ ഒരു മുഖമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന കന്യാസ്ത്രീയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഹെലീനയുടെ ഈ ഫോട്ടോ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് കേട്ടോ ഹരീഷ് തൻ്റെ പോസ്റ്റ് പങ്കുവെക്കുന്നത്. എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു മുഖം, എത്ര ആലോചിച്ചിട്ടും ഓർമ്മയിൽ വരുന്നില്ല. വിവാദം ഉണ്ടായപ്പോൾ മുതൽ ഈ ഫോട്ടോയിൽ കാണുന്ന കന്യാസ്ത്രീ മാത്രമാണ് മീഡിയക്ക് മുമ്പിൽ വരുന്നത്. അവസാനമാണ് ഞങ്ങളുടെ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹിജാബ് വിഷയം ഞാൻ ഷെയർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ജൂനിയറായ +1 എത്തിയ സിസ്റ്റർ ഹെലീന ആണ് ഇത് എന്ന് കൂട്ടുകാർ ഓർത്ത് എടുക്കുന്നത്, കൂട്ടുകാർ പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിലേക്ക് 26 കൊല്ലം മുമ്പുള്ള അവരുടെ മുഖം ഓർമ്മ വന്നു. ഞാൻ +2 കയറിയ വർഷം ഞങ്ങളുടെ തൊട്ടടുത്ത ബാച്ചിൽ പുതിയ കുറച്ച് കുട്ടികൾ വരുന്നു. അവിടെയുള്ള സുന്ദരിമാരെ കാണാനായി പതിവ് പോലെ ആ ദിവസം തന്നെ ഞങ്ങൾ വരാന്തയിൽ നിരന്നു നിന്നു. അതിനിടയിലാണ് അവരിൽ നിന്നെല്ലാം വ്യത്യസ്ത വേഷവിധാനത്തോടെ നീണ്ടു മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടത്. കർത്താവിൻ്റെ മണവാട്ടിപ്പട്ടം കിട്ടിയത് കൊണ്ട് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷം ധരിച്ച ഒരു പെൺകുട്ടി. സ്കൂളിൽ ആരോടും കൂടുതലായി സംസാരിക്കാറില്ല, എങ്കിലും അവരുടെ വേഷവും മറ്റും എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. ഞങ്ങൾ സെക്കൻഡറി അവസാനിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായും അവസാനമായും അവരോട് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കൂട്ടുകാർക്കിടയിലെ ചില കുരുത്തക്കേടുകൾ കുമ്പസരിച്ചാൽ തീരുമോ എന്ന സംശയം തീർക്കാൻ വേണ്ടിയാണ് അവരോട് ആദ്യമായും അവസാനമായും ഞാൻ സംസാരിച്ചത്. എൻ്റെ ചോദ്യത്തിന് മൗനമായി നിന്നതല്ലാതെ ഒരു മറുപടിയും നൽകാതെ അവർ എൻ്റെ മുന്നിൽ നിന്നും പോയി. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും 1000-ഓളം കുട്ടികളുള്ള ആ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ മറ്റാർക്കുമില്ലാത്ത ഒരു വേഷവിധാനം ധരിച്ചു വരുന്ന ഒരേ ഒരു ആളായിരുന്നു ഇന്നത്തെ സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പലായി നമ്മുടെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുന്ന സിസ്റ്റർ ഹെലീന. കുറിപ്പ് തീരുന്നില്ല. കുറിപ്പ് വായിച്ച് തീർത്തതിന് ശേഷം ഈ കാര്യത്തിൽ നമുക്ക് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കുറിപ്പ് തുടരുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും എൻ്റെ ജോലി സംബന്ധമായ ആവശ്യമായി ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ മണവാട്ടിമാരുടെ വേഷം ധരിക്കുകയും ഇസ്ലാം മത വിശ്വാസികളുടെ ഹിജാബ് ധരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല. അവിടെയൊന്നും സഹപാഠികൾ ഭയന്നല്ല ഇവരുടെ കൂടെ ഇരിക്കുക. ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന കാര്യമാണ്, മറ്റു കുട്ടികൾ ഭയത്തോടെയാണ് ക്ലാസ്സിൽ വരുന്നത് എന്ന്. തൻ്റെ സ്റ്റുഡന്റിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ഇവർക്ക് എങ്ങനെ മനസ്സുണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ് ഹരീഷ് രവി ചോദിക്കുന്നത്. മതഭ്രാന്ത് മൂത്ത് നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരമുള്ള തല മാത്രം മറയ്ക്കുന്ന ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്നും ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും TC വാങ്ങിച്ചു കൊണ്ടുപോകാൻ കുട്ടിയുടെ പിതാവിനോട് പറയുകയും ചെയ്ത ഈ അവസ്ഥ ആ കുട്ടിയെ കൊണ്ടെത്തിക്കുക വളരെ മോശമായ സാഹചര്യത്തിലാവും. അധ്യാപകർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇതുപോലെ മതവിരോധം മൂത്തവരുടെ മുന്നിൽ നിന്ന് മാറ്റി കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുക കടപ്പാട് ഹരീഷ് രവിയോ
കടപ്പാട് ഹരീഷ് രവിയോടാണ്. ഹരീഷ് രവിയുടെ ഈ അനുഭവം ഈ ഒരു അവസരത്തിൽ വളരെ ഉചിതമായ നേരത്ത് ആരാണ് സിസ്റ്റർ ഹെലീന, എന്തൊക്കെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടാണ് സിസ്റ്റർ ഹെലീന ഇന്ന് ഇവിടെ ഈ പറയുന്ന സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ പദവിയിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിന് ഹരീഷ് രവി നിങ്ങൾക്കൊരായിരം അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയോട് ഒരു പിടി ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ പ്രിൻസിപ്പൽ കസേരയിലേക്ക് കയറിയിരിക്കാൻ യോഗ്യത ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ നടന്നു വന്ന വഴികളിലൊക്കെയും നിങ്ങൾ ധരിച്ചിരിക്കുന്ന തിരുവസ്ത്രത്തിന്റെ തിരുവസ്ത്രത്തിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ആ ആനുകൂല്യങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആനുകൂല്യങ്ങളിലൂടെ നടന്ന് ജീവിച്ച് മുന്നോട്ട് വന്ന സിസ്റ്റർ ഹെലീന എന്തിനു വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥിനി തലമറച്ചു വന്നതിന് ഇവിടെ യൂണിഫോം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മുടക്കി? വിദ്യാഭ്യാസം മുടങ്ങില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇത്തരത്തിലെ ഒരു മാനസിക സംഘർഷത്തിലേക്ക് ആ കുട്ടിയെ തള്ളിവിടാൻ എന്തിന് ഈ ആനുകൂല്യം പറ്റി ജീവിച്ചു വളർന്ന് വലുതായ സിസ്റ്റർ ഹെലീന തന്നെ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം. അത് തന്നെയാണ്. +2 പഠിക്കുന്ന കാലഘട്ടത്ത് 1000-ലേറെ കുട്ടികൾ വരുന്ന ഈ എയ്ഡഡ് സ്കൂളിൽ, സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് സ്കൂളിൽ പഠിച്ച് അവിടെ മറ്റാർക്കുമില്ലാത്ത ആനുകൂല്യം കൺസിഡറേഷൻ കൈപ്പറ്റി +2 മുന്നോട്ടുള്ള പഠനങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള സിസ്റ്റർ ഹെലീന ഇന്ന് പറയുന്നു തല മറക്കരുത് എന്ന്. അന്ന് സിസ്റ്റർ ഹെലീന ആ ക്ലാസ് റൂമിൽ പോയിരുന്നത് യൂണിഫോം ഇട്ടിട്ടല്ല, മറിച്ച് തിരുവസ്ത്രം ധരിച്ചിട്ടാണ് അന്ന് സിസ്റ്റർ ഹെലീന തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അന്നാരും സിസ്റ്റർ ഹെലീനയുടെ തിരുവസ്ത്രത്തെയോ സിസ്റ്റർ ഹെലീനയുടെ ശിരോവസ്ത്രത്തെയോ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ആരും അതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഈ പറയുന്ന യൂണിഫോമിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് യൂണിഫോം അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാളെ മുതൽ യൂണിഫോം ഇട്ടുകൊണ്ട് വരണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് കൺസിഡറേഷൻ നൽകിയിട്ടേ ഉള്ളൂ. ആ ആനുകൂല്യം പറ്റിയ സിസ്റ്റർ ഹെലീന, നാണമില്ല നിങ്ങൾക്ക്? തിരുവസ്ത്രത്തെയല്ലേ നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബൈബിളൊക്കെ വേണ്ട വിധത്തിൽ പഠിച്ച വ്യക്തിയല്ലേ? ആ ബൈബിൾ പറയുന്ന അതിൻ്റെ അധ്യാപനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് സിസ്റ്റർ ഹെലീനയ്ക്ക് ഇന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ, മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോൾ, കുടുംബവും കുട്ടികളൊന്നുമില്ലല്ലോ, ശല്യപ്പെടുത്താനും ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാനും ഇന്റർഫിയർ ചെയ്യുവാനും മക്കളോ കുടുംബമോ ഭർത്താവോ ആരുമില്ലല്ലോ, തനിച്ചല്ലേ, ദൈവത്തിന്റെ മണവാട്ടിയല്ലേ. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോ ഒന്ന് ചിന്തിച്ചൂടെ സിസ്റ്റർ ഹെലീന? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയ ആ ആനുകൂല്യം ഈ വിദ്യാർത്ഥിക്ക് ലഭിക്കണമെന്ന് ഇവിടെ ആരും നിർബന്ധം പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയ കൺസിഡറേഷൻ ഈ വിദ്യാർത്ഥിക്ക് കിട്ടണമെന്ന് ആരും വാശി പിടിച്ചിട്ടില്ല. അവർക്ക് ആകെ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അനുവദിച്ചു കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കണമെന്ന് മാത്രമേ നിങ്ങളോട് പറഞ്ഞുള്ളൂ. നിങ്ങൾ അതിന് തയ്യാറായില്ല. നിങ്ങൾ അതിന് ന്യായം പറഞ്ഞത് ഈ പറയുന്ന യൂണിഫോമിറ്റിയുടെ ഒരു ബാണ്ഡവം എടുത്ത് ആ കൊച്ചിന്റെ തലയിൽ വെച്ചുകൊണ്ടാണ്. ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഉളുപ്പില്ലേ? നിങ്ങളടക്കം ഈ പറയുന്ന യൂണിഫോമിറ്റിക്ക് പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ മതചിഹ്നം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ചിഹ്നം, നിങ്ങൾ മതത്തിന്റെ അടയാളം, അങ്ങനെ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വസ്ത്രം ധരിച്ചുകൊണ്ട്, തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതല്ലേ? അന്ന് നിങ്ങൾക്ക് കിട്ടിയ കൺസിഡറേഷനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? മനസ്സിന്റെ ഉള്ളിൽ ഒരു കുത്തൽ പോലും അനുഭവപ്പെടുന്നില്ലേ? എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സ് പിശാചിന്റെ മനസ്സാണ്. ബൈബിൾ പറയുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നതും അതാണ്. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് യേശുക്രിസ്തു അല്ല, ബൈബിൾ അല്ല, മറിയമല്ല, അങ്ങനെ ആരുമല്ല. നിങ്ങളുടെ മനസ്സിൽ
നിങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. ആ സാത്താന്റെ മനസ്സും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്കൂളിൻ്റെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേലധികാരിയായിട്ട് എങ്ങനെ ആ കസീരയിൽ ഇരിക്കാൻ കഴിയുന്നു? ഇതാണോ നിങ്ങളോട് ബൈബിൾ പറഞ്ഞത്? ബൈബിളിൻ്റെ അധ്യാപനത്തിനോട് അതിന് എതിരല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആ തിരുവസ്ത്രത്തെ നിങ്ങൾ മ്ലേച്ഛമാക്കുകയല്ലേ ചെയ്യുന്നത്? അതിൻ്റെ പരിശുദ്ധി പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ ദൈവത്തിന്റെ മണവാട്ടിയാകും മിസ്സിസ് ഹെലീന? ഇതാണോ നിങ്ങളെ ബൈബിൾ പഠിപ്പിച്ചത്? ഒരിക്കലുമല്ല എന്ന് 100% ഉറപ്പുള്ള വ്യക്തിയാണ് ഞാൻ. ബൈബിൾ നിങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഒരിക്കലെങ്കിലും ഒരു കുത്തൽ പോലും മനസ്സിന്റെ ഉള്ളിൽ തോന്നിയില്ലേ നിങ്ങൾക്ക്? ഞാൻ ചെയ്യുന്നത് യേശുക്രിസ്തുവിന് എതിരാണല്ലോ, ഞാൻ ചെയ്യുന്നത് ബൈബിളിന്റെ അധ്യാപനങ്ങൾക്ക് എതിരാണല്ലോ. ബൈബിൾ എന്നെ പഠിപ്പിച്ചത് ഇതൊന്നുമല്ലല്ലോ. എനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, എനിക്ക് കിട്ടിയ കൺസിഡറേഷൻ, അതൊന്നും ഞാൻ വകവെച്ച് കൊടുക്കേണ്ടേ മറ്റുള്ളവർക്കും എന്നുള്ള ഒരു ചിന്ത മിസ്റ്റർ മിസ്സിസ് ഹെലീന നിങ്ങൾക്കുണ്ടാവുന്നില്ലേ? എന്തുപറ്റി? സാത്താൻ കീഴടക്കിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ മനസ്സിനെയും സാത്താൻ കീഴടക്കിയിരിക്കുന്നു. നിങ്ങളുടെ ആ തിരുവസ്ത്രത്തെ നിങ്ങൾ തന്നെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ആ വിശുദ്ധി തിരുവസ്ത്രത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, ആ വിശുദ്ധി നിങ്ങളുടെ മനസ്സിൽ കൂടി ഉണ്ടാവണമായിരുന്നു ഹെലീന.